ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഇന്നും ഒരു കുഞ്ഞ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ വീഡിയോ ചെയ്യാനും ഒരു ചെറിയ കാരണമുണ്ട്. അപ്പൊ എന്റെ ഡെയിലി വ്ളോഗ്സ് കാണുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും, എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വൈഫ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ അവരുടെ 90 ഡേയ്സിന് ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞുവാവ ഉണ്ടല്ലോ, അപ്പൊ കുഞ്ഞിന് എപ്പോഴും ഇങ്ങനെ വായി നിന്ന് തേനൊലിക്കുക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാ, ഉമിനീരൊലിക്കും. അപ്പൊ ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ, നല്ല തേനൊലിക്കണ്ടല്ലോ, ആരാ തേൻ കൊടുത്തത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാം എന്നൊരു ഐഡിയ ഉണ്ടായത്. അപ്പൊ എന്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് പോയി കിടക്കണം കേട്ടോ, അതൊന്ന് ക്ഷമിക്കാം. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിലുണ്ടാവുന്ന ഈ ഉമിനീര് ഇങ്ങനെ ഒലിക്കുന്നത് നോർമലാണോ, ഇത് ഡോക്ടറെ കാണിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നോർമലി ഒരു ന്യൂ ബോൺ ബേബീസിന്ന് ഒരു ജനിക്കുന്ന മുതൽ തന്നെ ഒരു വയസ്സ്, 1.5 വയസ്സ്, മാക്സിമം പോയി 2 വയസ്സ് വരെയൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ തേനൊലിക്കുന്നതായിട്ട് കാണാറുള്ളത്. അപ്പൊ കൂടുതലായിട്ട് ഒരു 3 മാസമൊക്കെ ആവുമ്പോഴാണ് നന്നായിട്ട് കൂടുന്നത്. പിന്നെ ഒരു 6 മാസം ആകുമ്പോൾ അതിലേറെ ഒന്നും കൂടി കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ തുപ്പല് ഒലിക്കുന്നത്, ഈ ഉമിനീര് ഒലിക്കുന്നത് വളരെ നോർമലാണ് എന്നാണ് മനസ്സിലാക്കുക. മിക്ക എല്ലാ കുട്ടികൾക്കും ഒരു 70% 80% ഈ ഉമിനീര് ഒലിക്കുന്നത് നോർമലാണ്. ഈ ഉമിനീര് അവരുടെ വായ ഒത്തിരി ഡ്രൈ ആവാതെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവർ കുടിക്കുന്ന പാല് നല്ല രീതിയിൽ ദഹിക്കാൻ വേണ്ടിയിട്ടും അതിലുള്ള പോഷകാംശങ്ങളൊക്കെ നല്ല രീതിയിൽ ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈം ഈ ഒരു ഉമിനീരിൽ ഉണ്ടാവും. അപ്പം ഇത് എപ്പോഴും അവർക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഉമിനീര് ഇങ്ങനെ ഒലിക്കുന്നത് എന്ന് മനസ്സിലാക്കും. അപ്പം ഇത് എപ്പോഴാണ് അബ്നോർമൽ ആവുന്നത്, അതായത് ഏതെങ്കിലും രീതിയിലുള്ള മെന്റലി ചാലഞ്ചിങ് ആയിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും, അതുപോലെ തന്നെ അധികം ഇങ്ങനെ ഇറക്കി വിടാൻ കഴിയാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഒരു അസുഖമായിട്ട് മാറാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിനായിട്ട് ഒരു ഡോക്ടറെ കാണിക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മളിപ്പോ ഡോക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പോൾ വാക്സിനേഷൻ അടിക്കാനോ എന്തിനേലൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഒന്ന് ചോദിക്കുക, ഇത് കുഴപ്പമില്ലല്ലോ, നോർമലാണ്. അപ്പൊ ഡോക്ടേഴ്സിന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നോർമൽ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അത് നമ്മളൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഈ നോർമലി ഈ ഉമിനീര് ഒലിക്കുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്, സലൈവ അങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ. പിന്നെ ഈ ഉമിനീര് ഒലിക്കുന്ന മാത്രമല്ല, ചില കുട്ടികൾക്ക് ഇങ്ങനെ കക്കി വരും, ആമാശയത്തിൽ നിന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വെള്ളം പോലെ കക്കി വരാറുണ്ട്. ഇത് അവരിൽ കുറച്ച് അസിഡിക് പ്രോബ്ലം ഉണ്ടാവുന്നതുകൊണ്ടാണ്, ഗ്യാസിന് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതുകൊണ്ടാണ്. അപ്പം മാക്സിമം കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിന് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അമ്മമാര് ഗ്യാസ് അധികം ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക. കാരണം നമ്മൾ എന്ത് കഴിച്ചാലും അതിന്റെ ഒരു റിയാക്ഷൻ കുഞ്ഞുങ്ങളുടെ പാലിലും കാണിക്കും. അപ്പം അധികം ഗ്യാസ് ഇല്ലാത്ത ഭക്ഷണങ്ങൾ അമ്മമാര് കഴിക്കാൻ നോക്കുക. ഇതും കുഞ്ഞിന് ഈ തേട്ടി വരുന്നതും ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടും അസ്വസ്ഥതകളൊക്കെ ഇല്ലാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഒരു കുഞ്ഞ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.